ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്നത്തെ ടോപ്പിക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ ടെൻസായിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പെർഫെക്റ്റ് ടെൻസിലെല്ലാം തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ഹാഡ് കാണുമ്പോൾ തന്നെ ഉറപ്പിക്കണം ഇത് പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ഷി ഹാഡ് ബോട്ട് വെജിറ്റബിൾസ്. അവൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ആക്ഷനാണത്, പൂർത്തിയായി കഴിഞ്ഞ ആക്ഷനാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. പാചകം ചെയ്യുന്നതിന് മുമ്പ് അവൾ കൈകൾ കഴുകിയിട്ടുണ്ടായിരുന്നു. കണക്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പാചകം ചെയ്യുന്നതിന് മുമ്പ് അല്ലേ, പാചകം ചെയ്തു, അതുപോലെ അതിന് മുമ്പായിട്ട് അവൾ കൈകൾ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പറയുമ്പോഴും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവശ്യമാണ്. ഷി ഹാഡ് വാഷ്ഡ് ഹെർ ഹാൻഡ്സ് ബിഫോർ കുക്കിംഗ്. ഇത്തരം സെൻറ്റൻസുകളിൽ ആദ്യം നടന്ന കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഷി ഹാഡ് വാഷ്ഡ് ഹെർ ഹാൻഡ്സ്. ആദ്യം നടന്നത് അവൾ കൈകൾ കഴുകി എന്നുള്ളതാണ്. പിന്നീടാണ് അവൾ കുക്കിംഗ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. ഷി ഹാഡ് ലെഫ്റ്റ് വെൻ ദ ബസ് അറൈവ്ഡ്. എന്താണ്, ബസ് വന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യം നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് അവൾ പോയതാണ്. അതുകൊണ്ട് തന്നെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഈ ഒരു ഫോമാറ്റിലാണ് ഈ ഒരു ടെൻസ് പറയേണ്ടത്. ലാസ്റ്റ് നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ടെൻസിലെ നാലാമത്തെ ടെൻസ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ഒരു ടെൻസ് പറയേണ്ടത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ടെൻസ് പറയേണ്ടത്. ഇത് എവിടെയാണ് ഈ ടെൻസ് യൂസ് ചെയ്യേണ്ടത്? ഈ ടെൻസ് കഴിഞ്ഞു പോയ കാര്യത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഒരു പ്രത്യേക കാലയളവ് വരെ ഒരു ആക്ഷൻ തുടർന്നിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. 2 മണിക്കൂറോളം അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു പോയി അല്ലേ, അതുവരെ അവനത് ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ 9 മണി വരെ അവൻ പഠിക്കുകയായിരുന്നു അല്ലേ, പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. 9 മണി കഴിഞ്ഞു പോയി. ആക്ഷൻ നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടെൻസിൽ ഈ കാര്യം പറയുന്നത് അല്ലേ. ഷീ ഹാഡ് ബീൻ വാച്ചിങ് TV സീരിയൽസ് ഫോർ an hour. 1 മണിക്കൂറോളമായിട്ട് അവൾ TV കണ്ടുകൊണ്ടേയിരുന്നു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇത് കഴിഞ്ഞു പോയ ആക്ഷനാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഒരു പ്രത്യേക കാലയളവ് വരെ ചെയ്തിരുന്ന ആക്ഷൻ പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.